ഇന്ന് നമ്മൾ വെട്ര എന്ന കമ്പനിയുടെ വാഷ് ബേസിൻ്റെ ടാപ്പ് ഫിക്സിംഗ് ആണ് കാണിക്കുന്നത്. അപ്പോൾ വാഷ് ബേസിനും വെട്ര തന്നെയാണ്. അതുപോലെ കൺസീൽഡ് പാർട്ടാണ് ആദ്യം ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിതൊരു വീഡിയോ ആയി സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചില്ല, അത് കാരണം സ്റ്റാർട്ടിങ് കാണിക്കാൻ പറ്റിയില്ല. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. ഇത് നമ്മൾ ഇതിൻ്റെ ഡമ്മിയാണ്, അത് അയച്ച് മാറ്റി. അത് നമുക്ക് ആവശ്യമില്ല, അത് നമുക്ക് വെള്ളം ലോഡ് ചെയ്യുന്ന സമയത്ത് ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉപയോഗം കഴിഞ്ഞ് അതെടുത്ത് കളയാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഡൈവേർട്ടർ ഉണ്ട്, അത് നമ്മൾ ഈ കവറിൽ ഇതേപോലെ വന്നിട്ടുണ്ടാവും. നമ്മളെടുത്ത് പാക്കിങ് അയച്ചിട്ട് ഇതിന് 4 സ്ക്രൂ അല്ലെങ്കിൽ ടൈപ്പാണ്, അത് ഓൾറെഡി കമ്പനി തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ തന്നിട്ടുണ്ടാവും. നമ്മൾ വാളിൽ ഇതേപോലെ ഫിക്സ് ചെയ്യുക. കറക്റ്റ് അതിൻ്റെ ഹോളൊക്കെ നോക്കി കറക്റ്റായിട്ട് അല്ലെങ്കിൽ ടൈറ്റ് ചെയ്ത് നിർത്തിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വിടാം. അപ്പോൾ ഇനി നമുക്കതിൻ്റെ സ്പൗട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ആ സ്പൗട്ടിന് ഇതേപോലെ ഒരു ത്രെഡ് വന്നിട്ടുണ്ടാവും. അരയിൽ നിന്ന് സ്പൗട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ബുഷ് അതിലുണ്ടാവും. അപ്പോൾ നമ്മൾ ഇതേപോലെ സ്പൗട്ടിന് മുകളിൽ ഫിക്സ് ചെയ്തതിന് ശേഷം ടെഫ്ലോണൊക്കെ കറക്റ്റ് അടിച്ചതിന് ശേഷം നമുക്ക് സ്പൗട്ട് ജസ്റ്റ് ഇതേപോലെ ഫിക്സ് ചെയ്യാം. ഫ്ലാഞ്ച് നമ്മൾ ആദ്യം സ്പൗട്ടിൽ ഇട്ട് വെക്കണം, എന്നിട്ടൊന്ന് പ്രസ് ചെയ്തിട്ടാൽ മതി. അപ്പോൾ അതും കഴിഞ്ഞു. നമുക്ക് നെക്സ്റ്റ് ഇനി അതിൻ്റെ ഹാൻഡിൽ പിടിപ്പിക്കാം. അതോടുകൂടി നമ്മൾ ഈ ഒരു ഡൈവേർട്ടർ ഫ്ലൈറ്റ് ഫിക്സിങ് കഴിയാണ്. നമ്മൾ ഡൈവേർട്ടിന് മുകളിൽ ഇതേപോലെ സി പി ഫ്ലാഞ്ച് ഉണ്ടാകും, അതും ഇതേപോലെ കറക്റ്റ് വെക്കുക. എന്നിട്ട് നമ്മൾ ഹാൻഡിലും കൂടി വെച്ച് കഴിഞ്ഞാൽ ഓക്കെ. അപ്പോൾ വാഷ് ബേസിൻ്റെ വാൾ മൗണ്ടഡ് ഡൈവേർട്ടർ ടാപ്പ് ഫിക്സിങ് കഴിഞ്ഞു. അപ്പോൾ വെള്ളം വരുന്നത് കുറച്ച് സ്ലോ ആണ്, അത് നമുക്ക് പ്രഷർ പമ്പ് വന്നാൽ അത് കറക്റ്റ് ആവട്ടോ. അതുപോലെ തന്നെ സോളാർ ലൈൻ കണക്ട് ചെയ്തിട്ടില്ല, അത് തന്നെ 1 സൈഡ് മാത്രമേ വർക്കിംഗ് ഉള്ളൂ. അപ്പോൾ